ഈ കണ്ടിൽ കിടക്കണ റോട്ടിൽ ഇത് റോഡും കടലും ഒന്നിച്ച് കിടക്കുകയാണ്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മനുഷ്യത്തോടെയാണ് ഞങ്ങൾ ചത്തിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട. ആ കടലിൽ വിട്ട് കയറ്റിയത് മതി. എറണാകുളം എടവനക്കാട്ടെ കടൽക്ഷോഭ മേഖലകളിൽ പ്രതിപക്ഷ നേതാവും MP ഉൾപ്പെടെയുള്ളവരാണ് സന്ദർശിച്ചത്. അതിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ തീരദേശവാസികളുടെ വീട് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നിരവധി കുടുംബങ്ങൾ മാറി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയായി ഇത് മാറി. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്ന തീരാ ദുരിതങ്ങളുടെ കെട്ട് പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ അവർ പങ്കുവച്ചു. ഇതെല്ലാം നോക്കിക്കണ്ട് അവർക്ക് സാന്ത്വനമേകിയ പ്രതിപക്ഷ നേതാവും MP ഈ പ്രദേശത്ത് പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിലായി അവതരിപ്പിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ നയിക്കുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചോരയാണ് വരുന്നത്. കടൽക്ഷോഭം ഉണ്ടാകുന്ന മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ടെട്രാപോഡുകളുടെ അഭാവം തന്നെയാണ്. ഇത്തരത്തിൽ ടെട്രാപോഡ് പാകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഒരു പദ്ധതി പോലും വെച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല. അതേസമയം ഇക്കാര്യങ്ങൾ MP എന്ന നിലയിൽ ഹൈബി ഈഡൻ കഴിഞ്ഞ പാർലമെന്റിൽ കേന്ദ്രത്തിനോട് ചോദിച്ചപ്പോൾ സംസ്ഥാനം ഒരു പദ്ധതി പോലും വെച്ചിട്ടില്ല എന്ന് തനിക്ക് മറുപടി ലഭിച്ചതായും ഹൈബി ഈഡനും വ്യക്തമാക്കി. ₹1 പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പരാതികളും പരിഭവങ്ങളും പങ്കുവച്ചപ്പോഴൊക്കെയും അവഗണന മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എങ്കിലും നീരസം കൂടാതെ അവരുടെ കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. ഇനി ഉണ്ടാവേണ്ടത് നടപടികളാണ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.